എല്ലാവർക്കും നമസ്കാരം. SJP ട്രാവലേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത വടയാർ ഇളങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ആറ്റുവേല മഹോത്സവത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കേരളത്തിൻ്റെ ടൂറിസം മാപ്പിൽ അർഹിക്കുന്ന ശ്രദ്ധ കിട്ടാതെ പോയിട്ടുള്ള ഒരു ജലമഹോത്സവമാണ് ആറ്റുവേല മഹോത്സവം. മലയാളം കലണ്ടർ പ്രകാരം മീനമാസത്തിലെ അശ്വതി നാളിലാണ് ഈ ഉത്സവം കൊണ്ടാടുന്നത്. മാർച്ച് അവസാനമോ ഏപ്രിൽ ആദ്യവാരമോ ആയിട്ടാണ് ആറ്റുവേല നടത്തപ്പെടുക. കൊടുങ്ങല്ലൂർ ഭഗവതി തൻ്റെ സഹോദരിയായ ഇളങ്കാവ് ദേവിയെ സന്ദർശിക്കാൻ വരുന്നു എന്നുള്ളതാണ് ഈ ജലഘോഷയാത്രയുടെ ഐതിഹ്യം. ഐതിഹ്യങ്ങൾക്കും ആചാരങ്ങൾക്കും അപ്പുറം ഒരു ദേശത്തിൻ്റെ ഐക്യത്തിൻ്റെയും ഒത്തൊരുമയുടെയും പ്രതീകം കൂടിയാണ് ഈ ഉത്സവം. ആറ്റുവേല ആരംഭിക്കുന്നത് ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ അകലെയുള്ള ആറ്റുവേല കടവിൽ നിന്നാണ്. രാത്രിയിൽ വാദ്യമേളങ്ങളുടെയും കരിമരുന്ന് വിസ്മയ കാഴ്ചകളുടെയും അകമ്പടിയോടെ മൂവാറ്റുപുഴയാറിൻ്റെ ഇരുകരകളിലും തിങ്ങി നിറയുന്ന പ്രാർത്ഥനാനിർഭരമായ ഭക്തരുടെ ഇടയിലൂടെ ആറ്റുവേല കടന്നു വരുന്നത് കാണാൻ വളരെ മനോഹരമായ കാഴ്ചയാണ്. ആറ്റുവേല അനുഗമിക്കാനായി ദേശവാസികളുടെ കൂട്ടായ്മയിൽ നിർമ്മിക്കുന്ന ചാടുകൾ എന്നറിയപ്പെടുന്ന ദീപാലംകൃതമായ വള്ളങ്ങൾ ആറ്റുവേല കടവിലേക്ക് പോകും. രണ്ട് വലിയ വള്ളങ്ങൾ ചേർത്ത് വെച്ച് അതിൽ 3 നിലകളുള്ള ദീപാലംകൃതമായ ഇളങ്കാവ് ക്ഷേത്രത്തിൻ്റെ കൂറ്റൻ മാതൃക ദേശക്കാരുടെ വാസ്തുവിദ്യാ പ്രാഗണ്യത്തെ വിളംബരം ചെയ്യുന്ന ഒന്നാണ്. പുഴയുടെ അടിത്തട്ടോളം എത്തുന്ന നീളമുള്ള പുഴക്കോലുകൾ ആയത്തിലൂന്നിയാണ് ആറ്റുവേല തുഴഞ്ഞു പോകുന്നത്. അശ്വതി നാളിലെ 9-ാം നാഴികയുടെ പുലർച്ചെ സർവപ്രധാന ദേവതയായ കൊടുങ്ങല്ലൂരമ്മയെ ആറ്റുവേലച്ചാടിന് മുകളിൽ പുലർച്ചെ 2 മണിയോടെ ആറ്റുവേലച്ചാട് ഇളങ്കാവ് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. വരുന്ന വഴിയിൽ തോട്ടാറുമുറ്റം ഭഗവതി ക്ഷേത്രത്തിന് മുമ്പിലെത്തുമ്പോൾ 3 പ്രാവശ്യം പുഴയുടെ അടിത്തട്ടിൽ ആയത്തിലൂന്നി വന്ദന സൂചകമായി ആറ്റുവേല ഒന്നാകെ പുഴക്കാർ കറക്കും. പുഴക്കാരുടെ നെയ്യും മനവും ഒന്നായി ചലിക്കുന്ന നിമിഷങ്ങൾ പ്രാർത്ഥനാജപങ്ങളാൽ അന്തരീക്ഷം മുഖരിതമാവുന്നു.
ദീപാലംകൃതമായ ചാടുകളിൽ ഗരുഡന്മാരും ആറ്റുവേലയെ ഭക്തിപുരസ്സരം അനുകരിക്കും. ഏകദേശം പുലർച്ചെ 4 മണിയോടെ ആറ്റുവേല ഇളങ്കാവ് ക്ഷേത്രത്തിലെത്തുകയും ഭക്ത്യാദരങ്ങളോടെ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു. രാവിലെ പകലാക്കി കടന്നുപോകുന്ന ഈ ജലഘോഷയാത്ര നിങ്ങൾ ഒരിക്കലെങ്കിലും തീർച്ചയായും കണ്ടിരിക്കണം.